താൻ മരിച്ചാൽ രോഗിയായ മകൾക്ക് ആരുണ്ട്? ആ ആശങ്കയിൽ നെയ്യാറ്റിൻകരയിലെ ഒരു വൃദ്ധമാതാവ് ചെയ്ത കടുങ്കൈ കേട്ടവരെ സങ്കടപ്പെടുത്തുന്നതാണ്. നെയ്യാറ്റിൻകര അറക്കുന്നിൽ മകളുടെ കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം അമ്മ ജീവനൊടുക്കി. അറക്കുന്നു സ്വദേശി ലീലയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മകൾ ബിന്ദുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദ്രോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന മകൾ ബിന്ദുവിനെ പരിചരിക്കാനും ചികിത്സിക്കാനുമുള്ള ബുദ്ധിമുട്ടാണ് കൃത്യത്തിന് കാരണമെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. ലീലയുടെ ഭർത്താവ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു. അടുത്തിടെ ഹൃദ്രോഗത്തെ തുടർന്ന് ലീലയുടെ ഏക മകനും മരണത്തിന് കീഴടങ്ങിയതോടെ കുടുംബം തികച്ചും അനാഥമായി. ഇതോടെ തന്റെ കാലത്തിനു ശേഷം മകൾക്ക് ആരുണ്ടെന്ന ആശങ്കയാണ് ലീലയെ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത്. ഇവർ പിന്നെ മകള് കല്യാണം കഴിഞ്ഞ് പോയി, അവരുടെ ഭർത്താവ് വന്നിട്ട് സൂയിസൈഡ് ചെയ്തു. പക്ഷേ കുട്ടിക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്നതാണ്, ചികിത്സയിലാണ്, അതായത് ഡയബറ്റീസ് ഒന്നാണ്. അപ്പോൾ വേറെ വെളിയിൽ പ്രശ്നമൊന്നുമില്ല, അമ്മ തന്നെയാണ് നോക്കുന്നത്. ഇതിന് കാരണമായിട്ടുള്ള എന്തെങ്കിലും സംഭവത്തിനെ സംബന്ധിച്ച് നമുക്കൊന്നും അറിവില്ല. നമ്മളെ ഇന്ന് കഴിഞ്ഞ ആഴ്ചയും നേരിട്ട് കാണുമ്പോൾ മോളെ ആശുപത്രി കൊണ്ടുപോവുകയാണ്, കുറവുണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. പുലർച്ചെ മകളുടെ കഴുത്തറുത്ത ശേഷം ലീല മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ ബിന്ദുവിനെ ആദ്യം ജനറൽ ആശുപത്രിയിലേക്കും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. ബിന്ദുവിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.